PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 26/9/2024 നടന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നീ PSC പരീക്ഷകളുടെ മെയിൻ പരീക്ഷകളുടെ മെയിൻ എക്സാമിനേഷൻ്റെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ ആണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 572/2023, പിന്നെ 573, 574, 575, 576/2023 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇത് പ്രകാരം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 127/24. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുകയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? അത് എ ആണ് അതിൻ്റെ ആൻസർ, അതായത് 1 മാത്രം. അഫോൻസോ ഡി ആൽബുക്കർക്ക്, അത് മിക്സ്ഡ് കോളനികളുടെ നയം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ, ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്, അതായത് സി ആണ് ഉത്തരം. ഇനി മൂന്നാമത്തെ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? അത് രണ്ടാമത്തെയും നാലാമത്തെയും, അതായത് സ്റ്റാമ്പ് ആക്ട്, ജോർജ് ഗ്രൻവില്ലെ, പിന്നെ നാലാമത്തെ ഹാങ്കോ സംഭവം, ലീ യുവാൻ ഹങ്. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 4, താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ്? അപ്പോൾ പ്രസ്താവന ഇവിടെ 4 പ്രസ്താവന തന്നതിൽ ബി തെറ്റാണ്, ബാക്കി എയും സിയും ഡിയും ശരിയാണ്, അതായത് ഉത്തരം ഡി ആണ്. 5, താപനില വിപരീതത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ, താപനില വിപരീതം മണ്ണിനോട് ചേർന്നുള്ള മലിനീകരണ വസ്തുക്കളെ കുടുക്കാൻ കഴിയും എന്നുള്ളതും, ശാന്തമായ കാറ്റുള്ള തെളിഞ്ഞ രാത്രികളിലാണ് താപനില വിപരീതം സാധാരണയായി സംഭവിക്കുന്നത് എന്നുള്ളതും, അതായത് എ ആണ് ആൻസർ. ഇനി 6, 2011 സെൻസസിലെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന ജില്ലകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ എന്നതാണ് അതിൻ്റെ ആൻസർ, എ ആണ്. ഇനി 7, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഡെക്കാൻ പീഠഭൂമി പ്രാഥമികമായി രൂപാന്തരപ്പെട്ട പാറകൾ ചേർന്നാണ്. രണ്ടാമത്തെ പ്രസ്താവന, ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന തെറ്റും രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്, അതായത് ഡി ആണ് ആൻസർ. ഇനി 8, ഉയരുന്ന താപനിലയും കുറഞ്ഞ മഴയും മൂലം നദിയിലെ ജലം ചരിത്രപരമായ താഴ്ന്ന നിലയിലെത്തിയതിനാൽ ആഗോളതാപനത്തിൻ്റെ ഏറ്റവും പുതിയ ഇരയായി മക്കൻസി നദി അടുത്തിടെ ലോകമെമ്പാടും താല്പര്യം ജനിപ്പിച്ചു. മക്കൻസി നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം തിരിച്ചറിയുക. അപ്പോൾ ഡി ആണ്, കാനഡയിലാണ്. ഇനി 9, താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. അതായത് എ, ജനകീയ പദ്ധതിക്ക് MN റോയ്, പിന്നെ ബോംബെ പ്ലാൻ എന്നുള്ളത് JRD ടാറ്റ, പിന്നെ ഗാന്ധിയൻ പദ്ധതി എന്നുള്ളതിന് ശ്രീമാൻ നരേൻ, ദേശീയ ആസൂത്രണ സമിതി ജവഹർലാൽ നെഹ്റു, അതായത് സി ആണ് ഉത്തരം. 10, താഴെ പറയുന്നവയിൽ ഏത് പരോക്ഷ നികുതിയാണ് GSTയിൽ ഉൾപ്പെടാത്തത്? അപ്പോൾ ഇവിടെ തന്നതിൽ എ ആണ്, കസ്റ്റംസ് ഡ്യൂട്ടി. ഇനി 11, ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഇവിടെ 3 പ്രസ്താവന തന്നിട്ടുള്ളത് ശരിയാണ്, അപ്പോൾ ഡി ആണ് ആൻസർ. ഇനി 12, SATHE എന്നത് ഡാഷ് എന്നതിലേക്കുള്ള ഒരു പദ്ധതിയാണ്, അത് ബി ആണ്, മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി, വിദ്യാഭ്യാസം. 13, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ടിൻ്റെ 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിച്ചത്, എ ആണ് ഉത്തരം. 14, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് വയനാടും പാലക്കാടുമാണ്, സി ആണ് ഉത്തരം. 15, കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഡി ആണ്, പൈലറ്റ് ഇംപ്ലിമെൻറ്റേഷൻ 2003 16, തിരുവിതാംകൂർ കലാപത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം 1040 പട്ടം വിളംബരം 1865, അതായത് സി ആണ് ഉത്തരം. ഇനി 17, 8 പ്രധാന ഡിവിഷനുകളാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്ന് തിരിച്ചറിയുക. അപ്പോൾ ഡി ആണ്, കേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം. 18, അടുത്തിടെ കേരളം മനുഷ്യമൃഗ സംഘർഷത്തെ സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെയും 3-ാമത്തെയാണ് ശരി, അതായത് ഡി ആണ് ഉത്തരം.
19 ഡാഷിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലഗ്ര, അത് നിയാസിനാണ്. ഡി. 20 താഴെ പറയുന്നവയിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത്? ബി ആണ് വിവാഹ സൂചകങ്ങൾ. 21 പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ഡി ആണ്. 22 താഴെ പറയുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് വിറ്റാമിൻ സി ആണ്, എ ആണ്. 23 ഫൈലേറിയാസിൻ്റെ കാരണക്കാരനായ ജീവി, അത് ബുച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്നുള്ള ബി ആണ് ആൻസർ. 24 കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? എ ആണ് ഉപ്പിൻ്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക എന്നുള്ളത്. 25 2024 ലോകാരോഗ്യ തീം എന്താണ്? അപ്പോൾ ലോകാരോഗ്യ ദിന തീം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്, അതായത് സി ആണ്. ഇനി 26 2000 ഒരു സാധനത്തിൻ്റെ, അത് മാത്സ് പ്രോബ്ലംസ് ആണ്, അതിൻ്റെ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം ബി 800 കിട്ടും. അതുപോലെ 27 പ്രോബ്ലത്തിൻ്റെ ആൻസർ സി ആണ്. മിസ്റ്റർ എക്സിന് 3 ലക്ഷം രൂപയും മിസ്റ്റർ വൈക്ക് 3,60,000 രൂപയും എന്നുള്ളത്. 28 പ്രോബ്ലത്തിന് ശരാശരി വേഗത 6.25 km/h ആണ്. 29 വാഹനത്തിൻ്റെ രണ്ടാമത്തെ വാഹനത്തിൻ്റെ നീളം 450 മീറ്റർ എ ആണ്. 30 വാട്ടർ ടാങ്കിൻ്റെ ശേഷി ലിറ്ററിൽ എത്രയാണ്? അതായത് അതിൻ്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് 56.364 ലിറ്റർ, ബി ആണ്. 31 ഒറീസ എന്നുള്ള കോഡ് സി ആണ്. SVMWWE എന്നാണ് വരിക. ഇനി അടുത്ത പദം ശ്രേണിയിലുള്ളത് 1341, ഡി ആണ്. ഇനി 33 ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് എ ആണ്, മരുമകൾ. 34 3 പട്ടണങ്ങളാണെങ്കിൽ എന്നിനും ഓക്കും ഇടയിലുള്ള ദൂരം ബി ആണ്, 25 കിലോമീറ്റർ വരും. ഇനി 35 പ്രോബ്ലത്തിന് ഒരുമിച്ച് എല്ലാ ബെല്ലും കൂടെ മുഴങ്ങുന്നത് സി ആണ്, 3 PM ആണ്. ഇനി 36 സെക്ഷൻ 420 IPC പ്രകാരമുള്ള വഞ്ചനയുടെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? അപ്പോൾ ഇവിടെ 3 പ്രസ്താവന തന്നിട്ട് അത് 3ഉം ശരിയാണ്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 37 ഇതിൻ്റെ എക്സ് കൊള്ളയടിച്ചു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്, അതായത് എ ആണ്. ഇനി 38 IPCയുടെ S304B പ്രകാരം ഉപയോഗിക്കുന്ന മരണത്തിന് തൊട്ടുമുമ്പ് എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? അത് ബിയും സിയുമാണ്, അതായത് ഡി ആണ് തന്നേക്കണതിലെ ആൻസർ. ഇനി 39 ഏത് വകുപ്പ് എന്നുള്ളത് വകുപ്പ് 376C, അതായത് ബി ആണ് അതിൻ്റെ ആൻസർ. ഇനി 40 ചോദ്യത്തിൻ്റെ ഉത്തരം സ്വകാര്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? അത് ഡി ആണ്, സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളത്. 41 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് കീഴിലുള്ള ജുഡീഷ്യൽ നടപടികൾ വിഭാവനം ചെയ്യുന്നവ ബി ആണ്, തെളിവുകൾ ഉള്ളതോ നിയമപരമായി സത്യപ്രതിജ്ഞത ചെയ്തതോ ആയ എല്ലാ നടപടികൾ എന്നുള്ളത്. 42 താഴെ പറയുന്നവയിൽ ഏതാണ് അറസ്റ്റിലായ വ്യക്തിയുടെ അവകാശങ്ങൾ? ഈ പറഞ്ഞിരിക്കുന്ന 3 ഉണ്ട്, അപ്പോൾ ഡി ആണ്, മുകളിൽ പറഞ്ഞവയല്ല. ഇനി 43 സെക്ഷൻ 64 CRPC പ്രകാരം വിളിച്ച വ്യക്തിയെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന സമൻസ് സേവിക്കുന്ന സ്വീകാര്യമായ രീതി അത് എ ആണ്, തനിക്കൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ ചില പുരുഷന്മാർക്ക് തനിപ്പകർപ്പുകളിൽ ഒന്ന് നൽകുക എന്നുള്ളത്. ഇനി 44 CRPCക്ക് കീഴിലുള്ള ഏത് വ്യവസ്ഥയാണ് നല്ല പെരുമാറ്റത്തിനോ നല്ല പെരുമാറ്റ ബന്ധത്തിനോ വേണ്ടിയുള്ള സുരക്ഷ എന്ന ആശയം ഉൾക്കൊള്ളുന്നത്? അതും ഈ പറഞ്ഞ എല്ലാ സെക്ഷനും ഉണ്ട്, അതായത് ഡി ആണ്. ഇനി 45 ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് സി ആണ്, പ്രത്യേക അധ്യാപകൻ്റെയോ പരിശീലകൻ്റെയോ സഹായത്തോടെ ഒരു വികലാംഗൻ നടത്തുന്ന പ്രസ്താവനകൾ വീഡിയോഗ്രാഫ് ചെയ്യണം എന്നുള്ളത്. ഇനി 46 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായി മാറും? എ ആണ്, സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ. ഇനി 47 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയാണ്, സി ആണ്. 48 താഴെ പറയുന്നവയിൽ സൈബർ ഭീകരതയുടെ ഏത് നടപടിയാണ് മരണത്തിനോ പരിക്കുകൾക്കോ സ്വത്ത് നശിപ്പിക്കുന്നതിനോ കാരണമാകുന്നത്? എ ആണ്, ഏതെങ്കിലും അംഗീകൃത വ്യക്തിക്ക് പ്രവേശനം നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നുള്ളത്. 49 ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത സ്പഷ്ടമാക്കുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്തതിന് സെക്ഷൻ 67A പ്രകാരമുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ശിക്ഷയ്ക്ക് പരമാവധി ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും, എ ആണ് ഉത്തരം. ഇനി 50 കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൻ്റെ ഭാഗമായി പരിഗണിക്കാത്തത് ബി ആണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സവിശേഷതകൾ.
51 അധികാരം ഉള്ളത് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ, ഡി ആണ് ഉത്തരം. ഇനി 52 അതിൻ്റെ ആൻസർ ബി ആണ്, അപേക്ഷ സ്വീകരിച്ച് 5 ദിവസത്തിനുള്ളിൽ നിന്നാണ്. ഇനി 53 ഏതെല്ലാം ക്ലോസുകൾ എന്നുള്ളത് ക്ലോസുകൾ A, C and 1, അതായത് ബി ആണ്. ഇനി 54-ാമത്തേൻ്റെ പ്രവർത്തകർ എന്നുള്ളതിൽ ഡി ആണ്, മുഖ്യമന്ത്രി എന്നുള്ളത്. 55 ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുമ്പടി ചേരുന്നത്, അത് സ്റ്റിയറിംഗ് കമ്മിറ്റി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി ആണ്. ഇനി 56-ാമത്തെ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്ന്, അത് 2-ാമത്തെ പ്രസ്താവനയാണ്, അതായത് ബി ആണ്. ഇനി ശരിയല്ലാത്തത് തന്നേക്കണ 3 പ്രസ്താവനയിൽ 2-ാമത്തെ മാത്രമാണ് 57-ാമത്തേന്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 58-ന് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ അവതരിപ്പിച്ചത്, അത് ബി ആണ്, 42-ാം ഭേദഗതി. ഇനി 59 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നത് 1 അല്ലെങ്കിൽ 2 അല്ല എന്നുള്ള ഡി ആണ് ഇവിടെ തന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരം. 60-ാമത്തെ ചോദ്യത്തിന് ഇതുപോലെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം ശരിയല്ല എന്നുള്ളതാണ്, അത് എ ആണ്, 1 മാത്രം എന്നുള്ളത്. ഇനി 61-ാമത്തേൻ്റെ ബി ആണ്, IP സ്പൂഫിംഗ് എന്നുള്ളത് ആൻസർ. 62-ാമത്തേൻ്റെ ആൻസർ സി ആണ്, സ്വകാര്യ IP വിലാസങ്ങൾ എന്നുള്ളത്. 63-ാമത്തെ ഡിജിറ്റൽ തെളിവ് വ്യക്തമാക്കുന്നത് ഡി ആണ്, അന്വേഷണത്തിന് പ്രസക്തമായേക്കാവുന്ന എന്നാൽ അതിൻ്റെ സമഗ്രതയ്ക്കും ആധികാരികതയ്ക്കും ഇതുവരെ പ്രമാണീകരിക്കപ്പെടുകയോ സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഡിജിറ്റൽ ഡാറ്റ എന്നുള്ളതാണ്. ഇനി 64-ാമത്തെ ഡി ആണ് ആൻസർ, ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ SSD പോലുള്ള മുഴുവൻ സ്റ്റോറേജ് മീഡിയത്തിൻ്റെയും ബിറ്റ് ബൈ ബിറ്റ് കോപ്പി സൃഷ്ടിക്കുക എന്നുള്ളത്. 65-ാമത്തെ വിശ്വസനീയമായത് ബയോമെട്രിക്സിൽ DNA ആണ്, ബി ആണ്. 66 താഴെ പറയുന്നതിൽ ആധികാരികത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ എ ആണ്. 67 ക്ലൗഡ് സ്റ്റോറേജിൽ ഉള്ള ഇത് ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലും എന്നുള്ള സി ആണ്. 68-ാമത്തേൻ്റെ ആൻസർ ഫോൺ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പ് എന്നുള്ളതാണ്. 69 ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ആണ്, അപ്പോൾ ഡി ആണ് ഉത്തരം. 70-ാമത്തേന് 15 അക്ക IMEI നമ്പർ എന്നുള്ളതാണ് ആൻസർ. 71 ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ് എന്നുള്ളത് മുൻവിധി അതിൻ്റെ പരീക്ഷയാണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 72-ാമത്തേന് ഇവിടെ തന്നേക്കണേൽ 1, 3 ശരിയാണ്, അതായത് ഡി ആണ് കോഡുകൾ. ഇനി 73 തൃതീയ വൃത്താകൃതിയുള്ള പ്രതികരണങ്ങൾ എന്നുള്ളതാണ്, സി ആണ് ഉത്തരം. 74-ാമത്തെ 1, 2 ആണ് ശരി, അതായത് സി ആണ് ഉത്തരം. 75 അവകാശവും റീസൺ, അതായത് കാരണവും തന്നിട്ടുണ്ട്. അതിൽ എ എന്നുള്ളത് തെറ്റാണ്, അവകാശവാദം തെറ്റാണ്, എന്നാൽ റീസൺ അല്ലെങ്കിൽ കാരണം ശരിയാണ്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 76 പ്രതീക്ഷ, ഇച്ഛ, ഉദ്ദേശം, കഴിവ്, വിശ്വസ്തത, എ ആണ് ഉത്തരം. 77-ന് 1, 2, 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി, അതായത് ബി ആണ് ഉത്തരം. 78 1, 2, 4 അതായത് സി ആണ് ഉത്തരം. ഇനി 79 എയും 6ഉം ശരിയാണ്, 6 എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്, അതായത് എ ആണ് ഉത്തരം. ഇനി 80-ാമത്തെ എ ആണ്, അഡോൾഫ് മേയർ എന്നുള്ളത്. ഇനി 81 എ ആണ് രണ്ടാമത്തെ, അതായത് ക്ലൈമാറ്റിക് എന്നുള്ളതാണ് കറക്റ്റ് വേർഡ്. ഇനി 82 ക്വസ്റ്റ്യൻ ടാഗ് ക്യാൻ യു എന്നുള്ളതാണ് ശരി, സി ആണ് ഉത്തരം. 83 സ്യൂട്ടബിൾ ആർട്ടിക്കിളിൽ അത് ഡി ആണ്, അതായത് എ, ദ, എ എന്നുള്ളതാണ്, ഡി ആണ് ഉത്തരം. 83-ാമത്തേന് ഡി ആണ്, അതായത് രണ്ടാമത്തെ, ദ, ആൻഡ്, ദ, എ എന്നുള്ളതാണ്, അതായത് രണ്ടാമത്തെയാണ് ശരി. ഇനി 84-ാമത്തേന് 4-ാമത്തെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 85-ാമത്തേന് ആൻ്റണിം ആക്സിഡൻ്റൽ എന്നുള്ളതിന് ഇൻറ്റൻഷണൽ എന്നുള്ളതാണ്, സി ആണ് ഉത്തരം. 86-ന് ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് ഡയട്രൈബ് എന്നുള്ളതിന് വെർബൽ അറ്റാക്ക് എഗെയിൻസ്റ്റ് എ പേഴ്സൺ, സി ആണ്, അതായത് 4-ാമത്തെയാണ്. ഇനി 87 വൺ വേർഡ് 1-ാമത്തെയാണ്, സൈനോഫോബിയ എന്നുള്ളത്. 88-ന് എ ആണ് രണ്ടാമത്തെ, അതായത് ഹി സെഡ് ദ ഹോസ് ഡൈഡ് ഇൻ ദ നൈറ്റ് എന്നുള്ളത്. 89 കറക്റ്റ് ആൻസർ 3-ാമത്തെയാണ്, വാസും തന്നെ രണ്ടിലും. ഇനി 90-ാമത്തേന് ബി ആണ്, 1-ാമത്തെ സ്റ്റാറ്റീവ് എന്നുള്ളത്.
ഇനി 91 പക്ഷി സി ആണ്. 92 ഡി പ്രതി പ്ലസ് ഏകം. 93 ബി ആണ് പരാശ്രയം. 94 സി ആണ്. 95 സി. 96 ബി.